എല്ലാവർക്കും ലിജോസ് ന്യൂബിക്കിന് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ എന്താ ചെയ്യാൻ പോണേന്ന് അറിയാവോ? പല ആൾക്കാരും നമ്മളുടെ വീഡിയോസ് കണ്ടിട്ട് പല കമന്റ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ പൊട്ടേറ്റോ ഹാർവെസ്റ്റ് ചെയ്തപ്പോൾ കടയിൽ നിന്ന് മേടിച്ച് ഇട്ടതാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. അപ്പം എനിക്ക് ഇത്തവണ പൊട്ടേറ്റോ ഏതായാലും നമ്മൾ നടുമ്പോൾ അത് പിന്നീട് ഹാർവെസ്റ്റ് ചെയ്യുമ്പോൾ അത് പ്രോപ്പറായിട്ട് എനിക്ക് കാണിച്ചു തരാൻ പറ്റണമെന്നൊരു ഡിസിഷൻ എടുത്തു. അപ്പം ഞാൻ ഇങ്ങനെ നമ്മുടെ ഓൺലൈൻ ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് നോക്കിയപ്പം എനിക്കൊരു സാധനം കിട്ടി. അപ്പൊ അത് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുത്തത് കേട്ടോ. അപ്പൊ ഞാനിത് എങ്ങനെയാ ചെയ്യുന്നത്, എങ്ങനെയൊക്കെയാ ചെയ്യേണ്ടതെന്നൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പൊ ഞാൻ മേടിച്ച സാധനം ഇതാണ് ഗ്രോ ബാഗ് ആണ്. ഓക്കെ, ഇതൊരു 10-25 ലിറ്ററിന്റെ ഗ്രോ ബാഗ് ആണ്. ഇത് കണ്ടോ, ഇതിന്റെ 2 ഹാൻഡിലുണ്ട്, 2 സൈഡിൽ നിന്ന് പിടിക്കാൻ. ഇത് പ്ലാസ്റ്റിക്കിന്റെ ആണ് കേട്ടോ. പ്ലാസ്റ്റിക് നമ്മുടെ നാട്ടിലെ പടുതയൊക്കെ ഇല്ലേ. പിന്നെ കണ്ടോ, ഈ താഴെയായിട്ട് കുറച്ച് ഹോൾസ് ഉണ്ട്. അത് കണക്ക് തന്നെ സൈഡിലും 2 ഹോളുണ്ട്. പിന്നെ നിങ്ങൾ കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ഇത് പൊട്ടേറ്റോ മാത്രമല്ലേ, ഇതിനകത്ത് ക്യാരറ്റും ഒനിയനും ഒക്കെ നടാൻ പറ്റും. ഇവിടെ കണ്ടോ, ഇവിടെ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാൻ പറ്റും. ഇപ്പം പൊട്ടേറ്റോയും ക്യാരറ്റൊക്കെ പാകമായി വരുന്ന സമയത്ത് നമുക്ക് ഇവിടുന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ ഹാർവെസ്റ്റ് ചെയ്യാനും താഴെ നിന്ന് ഹാർവെസ്റ്റ് ചെയ്തെടുത്ത് നമുക്ക് എടുക്കാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. അപ്പം അത് പ്രത്യേകിച്ച് എനിക്ക് വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതിനു വേണ്ടിയിട്ട് ഞാൻ ഈ ബാഗ് പ്രത്യേകിച്ച് മേടിച്ചത് കേട്ടോ. അപ്പം ഇത് നമ്മുടെ ആമസോണിലും ടെമുലും ഒക്കെ അവൈലബിൾ ആണ്. ഒത്തിരി പൈസയൊന്നുമില്ല, കുറച്ച് പൈസയേ ഉള്ളൂ. നിങ്ങൾക്ക് ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഒക്കെ നടണമെങ്കിൽ ഇത് കണക്കൊരു ബാഗ് മേടിച്ച് പരീക്ഷിച്ചു നോക്കാം കേട്ടോ. അപ്പം ഞാൻ അതിന്റെ ലിങ്ക് താഴെ കൊടുത്തേക്കാം, ഒന്ന് നോക്കട്ടോ. അപ്പം നമുക്ക് നടാനുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കാം. അപ്പം ഞാൻ കുറച്ച് കമ്പോസ്റ്റ്, നമ്മുടെ ഇവിടെ തന്നെ ഉണ്ടാക്കിയ കുറച്ച് കമ്പോസ്റ്റ്, അതായത് നമ്മുടെ വീട്ടിൽ ഒരു കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന ബോക്സ് ഉണ്ട്. നമുക്ക് ചെയ്തു തുടങ്ങാം. നോക്കിക്കേ, ഇതാണ് നമ്മുടെ കമ്പോസ്റ്റ് ബിൻ കേട്ടോ. അതായത് നമ്മൾ വീട്ടിൽ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന സംഭവമാണ്. അതായത് നമ്മുടെ ലോണൊക്കെ പിടിച്ചു കഴിയുമ്പോൾ ലോണിൻ്റെ ക്ലിപ്പിങ്സ് എല്ലാം അതിനകത്ത് കൊണ്ടിടും. അതുപോലെ തന്നെ നമ്മുടെ കിച്ചൺ വേസ്റ്റ്, നമ്മുടെ വെജിറ്റബിൾസിൻ്റെ ഒക്കെ എല്ലാം പീലിംഗ് എല്ലാം, തൊലിയെല്ലാം, സ്കിന്നെല്ലാം കൊണ്ടുവന്ന് ഇതിനകത്തിടും. പിന്നെ പറമ്പിലുള്ള കരിയിലൊക്കെ എല്ലാം പെറുക്കി ഇതിനകത്തേക്ക് ഇടും. എന്നിട്ട് കുറച്ച് മണ്ണും കൂടെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ തന്നെ ഇരുന്ന് അങ്ങോട്ട് കമ്പോസ്റ്റ് ആവും. അപ്പോൾ നമ്മളങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 4-5 മാസം കൊണ്ട് സംഭവം കമ്പോസ്റ്റ് ആയി കിട്ടും. അപ്പം നമ്മൾ അതെടുത്ത് വീണ്ടും എടുത്ത് നമ്മൾ ഗാർഡൻ ബെഡിലേക്ക് യൂസ് ചെയ്യും. ഓരോ പ്രാവശ്യം വിൻ്ററും സമ്മറൊക്കെ കൃഷി ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് എടുത്ത് യൂസ് ചെയ്യും. അല്ലാണ്ട് നമ്മൾ തികഞ്ഞില്ലെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് ഗാർഡൻ ഷോപ്പിൽ നിന്ന് നമ്മൾ കമ്പോസ്റ്റ് വാങ്ങാറുണ്ട്. അപ്പം ഇന്നിപ്പോൾ നമ്മൾ പൊട്ടറ്റോ നടാൻ വേണ്ടിയുള്ള കുറച്ച് ഗ്രോ ബാഗിലേക്ക് നമുക്ക് കുറച്ച് കമ്പോസ്റ്റ് എടുക്കാം. അപ്പോൾ അതേ സംഭവം ഇവിടെ ഈ കമ്പോസ്റ്റ് ബിൻ്റെ മുകളിൽ കൂടെ ലിഡ് ഉണ്ട്. അത് ഓപ്പൺ ചെയ്തിട്ടാണ് പൊക്കത്തോടാണ് സംഭവം ഇടുന്നത്. എന്നിട്ട് അത് താഴത്തേക്ക് ഒന്ന് സെറ്റിൽ ആകുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു വിൻഡോ പോലെ ഉണ്ട്. അപ്പം ആ വിൻഡോ പൊക്കി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാം. ചെയ്ത് കണ്ടോ, നല്ല അടിപൊളി കമ്പോസ്റ്റ് ആയിട്ട് കിട്ടിയിരുന്നുണ്ടോ സംഭവം. നല്ല ഉഗ്രൻ സാധനം. അപ്പം നമുക്ക് ഈ ഗ്രോ ബാഗിലേക്ക് ഈ കമ്പോസ്റ്റ് നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഇത് കണ്ടോ, അടിപൊളി സാധനം. നമ്മൾ ഈ സെയിം പ്രോസസ്സ് തന്നെ നമ്മൾ ഗാർഡൻ ബോക്സിലും ചെയ്യട്ടെ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മൾ ആ ഗാർഡൻ ബോക്സിൻ്റെ മണ്ണെടുത്തിട്ട് നമ്മൾ കിച്ചൺ വേസ്റ്റൊക്കെ ഈ മുട്ടയുടെ തോടും ചായപ്പൊടിയും പിന്നെ ഈ വെജിറ്റബിൾസിൻ്റെ ഇതെല്ലാം കൂടെ അതുണ്ട് അതിനകത്ത് വീഡ്സ് വരും. അതുകൊണ്ട് നമുക്കിത് മാത്രം ഇട്ടാൽ മതി. നല്ല മണ്ണിരയൊക്കെ ഉണ്ട് കേട്ടോ സംഭവം. ചെടിക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ അടിപൊളിയായിട്ട് ഇതിൽ നിന്ന് എടുക്കും. നീ ഹെൽപ്പ് ചെയ്യണോ ദിവ എന്നെ? മാറി കൈ മാറ്റി കൈ. എന്താന്ന് പറഞ്ഞത്? ദാറ്റ് ഈസ് കമ്പോസ്റ്റ്. ദിസ് ഈസ് കമ്പോസ്റ്റ് എന്ന് പറഞ്ഞേ. അപ്പൊ നമ്മള് ആവശ്യത്തിനുള്ള അര ലെവലോളം, നമ്മൾ ഹാഫ് ലെവലോളം ഗ്രോ ബാഗ് നിറച്ചിട്ടുണ്ട്, കമ്പോസ്റ്റ് എടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇനിയിപ്പോ നമുക്ക് ആ പയ്യ അതിന്റെ ആ വിൻഡോ അങ്ങോട്ട്, കമ്പോസ്റ്റ് ബിന്നിന്റെ ഡോർ അങ്ങോട്ട് ക്ലോസ് ചെയ്ത് കൊടുത്തേക്കാം. അവിടെ ഇരുന്ന് സെറ്റ് ആകട്ടെ. ഇതാണ് ലിഡ്. ഇത് പൊക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാം. ഇത് കണ്ടോ, ലോണിന്റെ ക്ലിപ്പിങ്സ്, ഇത് മരത്തിൽ നിന്ന് വീഴുന്ന കരിയിലയും, പിന്നെ ഇടയ്ക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഭയങ്കര ഡ്രൈ ആണെങ്കിൽ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും, കുറച്ച് മണ്ണും കൂടെ ഇട്ട് കൊടുക്കും. ഇത് കണ്ടോ,
അവിടെ കിടന്ന് പരിപാടി തുടങ്ങിക്കും. ഓക്കെ, ഇതൊക്കെയാണ് കമ്പോസ്റ്റ്, ഗാർഡൻ കമ്പോസ്റ്റ് വിശേഷങ്ങൾ. ബാ ദിവ ഇവിടെ പിടിച്ചോ, ഹോൾഡ് ദ ഹാൻഡിൽ. പിടിച്ചോ ആദ്യം ഇതാ. ഓക്കെ, ബാ കമോ, ദാറ്റ്സ് യുവർ ഷോ. ബാ, യു ലൈക്ക് ഗാർഡനിങ്? യെസ്. ഗ്രോ ബാഗ് ഇവിടെ വെക്കാം. ഇത് വേണ്ട, നല്ല അടിപൊളി കമ്പോസ്റ്റ്. അപ്പൊ നമ്മുടെ കമ്പോസ്റ്റ് നമ്മൾ പൊട്ടാറ്റോ ഗ്രോ ബാഗിൽ ഓൾറെഡി നിറച്ചിട്ടുണ്ട്. കുറച്ച് കിച്ചൺ വേസ്റ്റ് ഉണ്ടായിരുന്നു, അപ്പൊ അതും കൂടി ഇതിനകത്തോട്ട് ഇട്ടേക്കാം. അതുപോലെ തന്നെ കണ്ടോ, നമ്മുടെ ഗാർഡനിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന കുറേ പച്ചിലകളാണ്. പഴുത്ത ഇലകൾ, സോറി പച്ചിലകളല്ല, പഴുത്ത ഇലകളാണ്. ഓട്ടം കഴിഞ്ഞപ്പോ എല്ലാം ഇങ്ങനെ കുറേ അങ്ങ് വീണ് കിടക്കുമായിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ആപ്പിളിന്റെ ഒക്കെ ഇലകളാട്ടോ, ആപ്പിൾ മരത്തിന്റെ ഇലകൾ. നമുക്ക് ഈ ബാഗ് ഫുള്ള് നല്ലോണം നിറയ്ക്കണ്ടേ, അപ്പൊ ഇങ്ങനെയുള്ള അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ എടുത്ത് നിറച്ച് വെച്ചാൽ മതി. പിന്നെയുള്ളതേ കൊണ്ട് കുറച്ച് കമ്പോസ്റ്റും നമ്മുടെ മണ്ണും ഒക്കെ മിക്സ് ചെയ്ത് ഗാർഡനിലുണ്ടായിരുന്ന സാധനങ്ങളാ. ഇത് ഞാൻ അതിനകത്തോട്ട് ആക്കി കൊടുക്കുവാണ്. കിച്ചൺ വേസ്റ്റും ഈ ഇലകളും ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിന്റെ മുകളില് മണ്ണും പിന്നെ കമ്പോസ്റ്റും ഒക്കെ വീണ്ടും ഇട്ട് കൊടുക്കുവാണെങ്കിൽ അത് അതിൻ്റെ ഉള്ളിൽ തന്നെ കടന്നിട്ട് അങ്ങ് അഴുകിക്കോളും. കറക്റ്റ് ഒരു സിലിണ്ടർ ഷേപ്പായി വരുന്നുണ്ട്. പ്ലാസ്റ്റിക് ബാഗ് ആദ്യമായിട്ട് നോക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ഇത് എന്താ ഇങ്ങനെ ഇരിക്കണേന്ന്. പിന്നെ തുറന്നു നോക്കിയപ്പോഴാണ് മനസ്സിലായത്, ഇത് സിലിണ്ടർ ഷേപ്പിലാണല്ലോ വരണ്ടേ. ഞാൻ ഫുള്ള് അതിനകത്തോട്ടങ്ങ് ആക്കി കൊടുക്കുകയാണ്. പിന്നെ ഉള്ളത് നമ്മുടെ പോട്ടിംഗ് മിക്സാ. അപ്പൊ നമ്മുടെ പോട്ടിംഗ് മിക്സ് നമ്മൾ ഇട്ട് കഴിഞ്ഞു. എന്നിട്ട് അതിനെ ഒന്ന് ശരിക്കൊന്ന് കുളിച്ചു. അപ്പൊ ഇച്ചിരി ഒരു സ്പേസ് മുകളിലോട്ട് നിർത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് പ്ലാന്റ്സ്, പൊട്ടാറ്റോ പ്ലാന്റ്സ് എങ്ങനെ ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, പണ്ട് അപ്പനും അമ്മച്ചി ഒക്കെ വന്ന സമയത്ത്, പണ്ടെന്ന് വെച്ചാൽ ഒരു വർഷം മുമ്പ് ഞങ്ങള് ഇവിടെ കുറെ കിളുത്ത പൊട്ടാറ്റോ ഉണ്ടായിരുന്നു നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യുന്നത്. അപ്പൊ അതെല്ലാം എടുത്ത് ഞങ്ങള് 4 കണ്ടിച്ച് എടുത്ത് ഗാർഡനിൽ ഇട്ടായിരുന്നു. അപ്പൊ അതിങ്ങനെ കിളുത്ത് വന്നിട്ടുണ്ട്. അപ്പൊ അത് അവിടെ ഇവിടെ നമ്മുടെ ഗാർഡൻ ബോക്സിൽ വളർന്നു വന്നിട്ടുണ്ട്. അപ്പൊ അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പൊട്ടാറ്റോ വിളവെടുത്ത സ്ഥലമില്ലേ, അവിടെയും 1-2 ചെറിയ പ്ലാന്റ്സ് വളർന്നു വന്നിട്ടുണ്ട്. അപ്പൊ കാണിച്ചു തരാവേ, വാ. കണ്ടോ, നമ്മൾ ഇവിടുന്ന് കഴിഞ്ഞ പ്രാവശ്യം പൊട്ടാറ്റോ നമ്മൾ കൃഷി ചെയ്തെടുത്തത്, അതായത് വിളവെടുത്തത്. അപ്പൊ അതിന്റെ ഇവിടെ ഒരെണ്ണം നിപ്പുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ ഇത്തവണ കുറെ സ്ട്രോബെറി പ്ലാന്റ്സ് വെച്ചത്. അപ്പം അതിന്റെ ഇവിടെ കണ്ടോ, അതിന്റെ മുകളിലത്തെ ഇലകളുണ്ടല്ലോ, സ്നെയിൽ കണ്ടിച്ച് തിന്ന കണ്ടോ, പൊട്ടാറ്റോ നിൽക്കുന്ന കണ്ടോ ചെറുതായിട്ട്, കണ്ടോ. അപ്പൊ ഇതാണ് നമ്മൾ പൊട്ടാറ്റോ ബാഗിൽ വെച്ച് കൊടുക്കാൻ പോണത്. ഇത് ആക്ച്വലി ഞങ്ങളുടെ വീട്ടിൽ അപ്പുറം ഒരു പൂച്ചയുണ്ട്. ആ പൂച്ച വന്ന് നമ്മുടെ സാധനങ്ങളൊക്കെ ഇങ്ങനെ കളച്ച് മാന്തി കളയുമായിരുന്നു. അപ്പൊ അതിനെ പേടിച്ചാണ് ഈ വല കൊണ്ടിട്ടത്. മാത്രമല്ല കുറെ നമ്മുടെ കിളികളും വന്നത്. ഇത് കണ്ടോ, ഇവിടെ ഒരു 3-4 പ്ലാന്റ് നിപ്പുണ്ട്, പൊട്ടാറ്റോ കേട്ടോ അത്. അപ്പൊ അത് നമുക്ക് അങ്ങ് എടുക്കാം. ഞാൻ അടിയിന്ന് അതിന്റെ വേര് പോകാണ്ടിരിക്കാനേ അടിയിന്ന് അങ്ങ് എടുക്കുകയാണ്. കണ്ടോ, ഒരു 3-4 പ്ലാന്റ് അവിടെ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ടും ഉണ്ട് കേട്ടോ. ഞാനിപ്പം ഇവിടെ നമ്മള് ചെടികളൊക്കെ കിളുത്ത് തുടങ്ങിയപ്പോഴാണ് ശ്രദ്ധിച്ചു വന്നത്, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പൊട്ടാറ്റോ വളർന്നു വരുന്നുണ്ടല്ലോ എന്ന്. ഇവിടെ കണ്ടോ, എന്റെ വേര് പോവാണ്ട് എടുക്കണം. പിന്നെ ഇങ്ങ അറ്റത്ത് 2 നിപ്പുണ്ട്, അതും കൂടെ നമുക്ക് എടുക്കാം. അപ്പൊ നമുക്ക് കിട്ടിയ പൊട്ടാറ്റോ പ്ലാന്റ്സ് ഒക്കെ ഞാൻ വെച്ച് കൊടുക്കുവാണേ. പിന്നെ ഉണ്ടല്ലോ, ഈ പൊട്ടാറ്റോയുടെ പ്ലാന്റ്സിന്റെ ഈ ഇലയും സ്നെയിൽസിന് ഭയങ്കര ഇഷ്ടമുള്ള ഇലയാ, കടിച്ചു തിന്നും. അപ്പൊ നമ്മൾ മുട്ടത്തോടോ അല്ലെങ്കിൽ സ്നെയിൽസിന് സ്ലഗ്സ് ആൻഡ് സ്നെയിൽസോ ഒക്കെ മേടിച്ച് ഇട്ട് കൊടുക്കുന്നതാണ്. അല്ലെങ്കിൽ 2 ദിവസം കഴിയുമ്പോൾ, ഞാൻ കാണിച്ചില്ലായിരുന്നു, കണ്ടോ ഇത് ഇല ഫുള്ള് തിന്ന് വെച്ചേക്കുന്ന.
ഇത് നമുക്ക് ഇൻഡോറിലും വെക്കാം കേട്ടോ. ഇതിന്റെ അടിയിലായിട്ട് എന്തെങ്കിലും ഈ വെള്ളം ഇറങ്ങുന്നതിന് എന്തെങ്കിലും സാധനം വെച്ചിട്ട് നമുക്ക് ഇൻഡോർ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റും. ഇൻഡോർ പ്ലാന്റ്സ് വെക്കാനും. പൊട്ടാറ്റോ തന്നെ നടണമെന്നില്ല. ക്യാരറ്റും ഒനിയനും റാഡിഷും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇതിനകത്ത് നടാൻ പറ്റും. കിച്ചണിലെ മുട്ടത്തോടാണ്. അതൊന്ന് പൊട്ടിച്ചിട്ട് നമുക്ക് ഇതിനകത്ത് അങ്ങ് ഇട്ട് കൊടുക്കാം. നമ്മുടെ ചെടികളൊന്നും നശിച്ചു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഈ സ്നെയിൽസ് ഭയങ്കര കള്ളന്മാരാ. അവന്മാർ അവരുടെ ആവശ്യത്തിന് വന്ന് തിന്നുകൊണ്ട് പോകും. ഇത് ഉണക്കി എടുത്ത് പൊടിയായിട്ട് എടുത്ത് വെക്കുന്നവരും ഉണ്ട് കേട്ടോ. അങ്ങനെ ആവശ്യത്തിന് എടുത്ത് ഇങ്ങനെ ഇട്ടാൽ മതിയല്ലോ. ഞാനിങ്ങനെ എളുപ്പപ്പണിക്ക് ഇങ്ങനെ അങ്ങ് എടുത്ത് വെക്കും. എന്നിട്ട് ഇങ്ങനെ അങ്ങ് വെതറിയിടും. ഇതിപ്പോൾ ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പൊട്ടാറ്റോ ഗ്രോ ബാഗിൽ നമ്മുടെ ഉരുളക്കിഴങ്ങെല്ലാം നല്ലപോലെ എന്താ പറയുക നട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം എല്ലാം റെഡിയാണ്. ഇനിയിപ്പം വിളവെടുക്കുന്ന സമയം, വിളവെടുക്കാൻ ഏതായാലും 3-4 മാസം എടുക്കും കേട്ടോ. പിന്നെ ഈ ഗ്രോ ബാഗ് നല്ലതാ. പല റിവ്യൂസും ഞാൻ നോക്കി ചെക്ക് ചെയ്തു. പലതും നല്ലതാണ് പറയുന്നത്. അപ്പം നിങ്ങൾ ഏതായാലും ഇത് ട്രൈ ചെയ്ത് നോക്കട്ടോ. നിങ്ങൾ വീട്ടിൽ പൊട്ടാറ്റോ അത് ഉരുളക്കിഴങ്ങ് പിടിപ്പിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ കമൻസ് വിടണം കേട്ടോ. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ടേക്ക് കെയർ. ബൈ.